നിതിന് പുല്ലും എടുത്ത് പോവുകയാണ്. ഇവിടെ കുറേ പോത്തും ആടും ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ പാലിയാക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് നിതിനെ കാണാനാണ്. നിതിൻ്റെ ഇടത് കാലിനും ഇടത് കൈക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എല്ലാ പണിയും എടുക്കും. ആൾ ഭയങ്കര സ്മാർട്ടാണ്. നിതിൻ്റെ വീട് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നിതിൻ്റെ വീട്. 20 സെൻറ്റ് സ്ഥലത്ത് നല്ല അടിപൊളി ഒരു വീട് ഉണ്ട് കേട്ടോ ഇവർക്ക്. നിതിന് പുല്ലും എടുത്ത് പോവുകയാണ്. ഇവിടെ കുറേ പോത്തും ആടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നിതിൻ്റെ അച്ഛൻ. അച്ഛാ, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? നിതിന് അപ്പുറത്തുണ്ട് അല്ലേ? ഇവിടെ പശു പോത്ത് എന്തൊക്കെയാ ഉള്ളത്? പശു ആട് പോത്ത്. നിതിനെ എന്തൊക്കെയാണ് ഇതിന് വിശേഷം? സുഖല്ലേ? സുഖം. അപ്പോൾ ആള് ഭയങ്കര അധ്വാനിയാണ് കേട്ടോ. ഇവിടെ പശു ആട് കോഴി പോത്ത് എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. വാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം അല്ലേ? ഇത് നടന്നോ? അപ്പോൾ നടക്കുമ്പോൾ കണ്ടില്ലേ ചെറിയൊരു ഇടായിക്കൊണ്ട് എന്നുള്ള ആ ഒരു വിഷയമാണ് ഇതിനുള്ളത് കേട്ടോ. വേറെ യാതൊരു കുഴപ്പവും എനിക്കില്ല. അപ്പോൾ അങ്ങനെ കണ്ട് പ്രശ്നമൊന്നും പറയാനില്ല കേട്ടോ. ചെറിയൊരു ഈ കൈ കൊണ്ട് വെയിറ്റ് ഉള്ളതൊന്നും എടുക്കാൻ പറ്റൂല ഇതിനെ? അതിനൊന്നും കുഴപ്പമില്ല അല്ലേ? എന്ത് കാര്യം ചെയ്യാം, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ കാണുമ്പോഴുള്ള കൈ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെക്കണം എന്നുള്ളത് നിവരില്ല. അല്ലാണ്ട് ബലക്കുറവും കാര്യമൊന്നും ഇല്ല അല്ലേ? അതുപോലെ കാലിന് നടക്കുമ്പോൾ അങ്ങനെ വേദന കാര്യങ്ങളൊന്നും അതും ഇല്ല അല്ലേ? ഇരുന്നോ അച്ഛാ, ഇരുന്നോ സംസാരിക്കാം. അപ്പോൾ അച്ഛാ, നിതിന് ജന്മനുള്ളതാണ് ഈ ജന്മനാനുള്ളതാ. ഒരു ടിൻസ് ആയിരുന്നു. അതിൽ ഒരാൾ പോയിട്ട് പിന്നെ കിട്ടിയതാ. ഒരാൾ മരണപ്പെട്ടു അല്ലേ? ട്വിൻസ്. അപ്പോൾ നിതിന് ജന്മനായി ഇടത് കാലിനും ഇടത് കൈക്കും ഈ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതാണ്. എത്ര വയസ്സായി നിതിന്? 30 വയസ്സായി അല്ലേ? എത്ര വരെയാണ് നിതിനെ പഠിച്ചേ? 10 പാസ്സായി. പിന്നെ ഒന്നിനും പോയില്ല അല്ലേ? സൈക്കിളിൻ്റെ പണി വീട്ടിലിട്ടു. സൈക്കിളിൻ്റെ പണി ഉണ്ടായിരുന്നു അല്ലേ? വീട്ടിലുണ്ടായി സൈക്കിളിൻ്റെ പണി ഉണ്ടായി. നിതിന് വേറെ ഗുളിക കാര്യങ്ങൾ അങ്ങനത്തെ വേറെ പക്കത്തക്കുറവ് കാര്യമൊന്നും ഇല്ലല്ലോ? പൈസേൻ്റെ കണക്കൊക്കെ അറിയാം? പിന്നെ അങ്ങനെ വേറെ അങ്ങനെ പക്കത്തക്കുറവിൻ്റെ വിഷയം കാര്യം? അതെ, ഓക്കെ. നടക്കുന്ന ഒരു വിഷയമാണ്. നിതിന് എന്തൊക്കെ പണികളെടുക്കുക? നിതിന് എടുക്കുന്ന പണികൾ കേട്ടാൽ നമ്മൾ ഞെട്ട് കേട്ടോ. എന്തൊക്കെ പണിയാണ് എടുക്കുക നിതിന്? പശുവിനെ നോക്കുന്നുണ്ട്, കറവുണ്ട്, കച്ചവടങ്ങൾക്ക് പോകും, പശു കച്ചവടത്തിന് പോകും, കുത്താൻ പോവും, എല്ലാ പരിപാടിക്കും പോകും. സ്ഥലക്കച്ചവടം ഉണ്ട് എന്ന് പറഞ്ഞേ? സ്ഥലക്കച്ചവടം ഉണ്ട്, വാടക വീടിൻ്റെ പരിപാടി ഉണ്ട്, എല്ലാ കച്ചവടം ഉണ്ട്. ജീവിക്കാൻ പഠിച്ചില്ല? ആട്ടങ്ങളുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, പശുണ്ട്. ഇവര് 2 മക്കളാണ്. ഒരു പെൺകുട്ടിയും നിതിനും ആണുള്ളത്. അപ്പോൾ വീട് കാര്യങ്ങളൊക്കെ നിതിന് തന്നെ സേഫാണ്. ഇപ്പോൾ വേറെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ വരുന്ന കുട്ടികൾക്ക്. അച്ഛാ, വേറെന്താ പറയാനുള്ള? ഞങ്ങൾക്ക് നല്ലൊരു കുട്ടീനെ കിട്ടിയാൽ മതി. അവൻ പൊന്നു പോലെ ഞങ്ങൾ നോക്കും. അതെ, അത് തന്നെ. തീർച്ചയായിട്ടും നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അല്ലേ? അതെ. പിന്നെ നമുക്കൊരു എത്ര വയസ്സ് വരെയൊക്കെ നോക്കാം അച്ഛാ? ഒരു 27, 25, 26, 28 വരെ എൻ്റെ ഉള്ളിൽ അല്ലേ? അതിനുള്ളിൽ. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. അതെ. ഞങ്ങൾക്ക് ജാതിയൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഒരു കുട്ടീനെ കിട്ടിയാൽ മതി, ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഓടന്മാരാണ്. ഇവിടെ OBC എന്ന് പറയും, ഓടന്മാരെന്ന് പറയും. അത് ശരി. പക്ഷെ നമ്മൾ ജാതി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണർ ആയാൽ മതി. ദൂരവും കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാലോചന നമ്മൾ സ്വീകരിക്കുമോ? ചെറിയത് എന്തൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അതെ, ചെറിയ കാലിന് എന്തെങ്കിലും, അതെ, ചെറിയ തരത്തിലുള്ള ഒന്നും നമുക്ക് വിഷയമില്ല. അതുപോലെ വരുന്ന കുട്ടീൻ്റെ സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. അതെ, ഒന്നും നോക്കുന്നില്ല. നമ്മൾ ഈ വീടും ചുറ്റുപാടൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന ആളായിരിക്കണം. അമ്മ എവിടെ പോയി? അമ്മ ജോലിക്ക് പോയി. അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലേ? എന്ത് ജോലിയാ? ഓട്ട് കമ്പനിയിൽ. അത് ശരി. അച്ഛൻ ഓട്ട് കമ്പനിയിലാണോ ജോലി? പിന്നെ അവിടെ സെയിൽസാ അല്ല ഉണ്ടാക്കലാ? ഇത് വേവിക്കുന്ന. അത് ശരി.
ഇവിടെ ഇതാ മുകളിൽ വെച്ചില്ലേ ഇതേപോലെയുള്ള ടൈൽസ് റൂഫിംഗ് ടൈലും സ്ഥലക്കച്ചവടങ്ങൾക്ക് ഞാനും പോവും, സ്ഥലക്കച്ചവടത്തിനും പോകും അല്ലേ? അതെ അതെ, അങ്ങനെയാണ് ഇവരെ കാര്യങ്ങൾ. അതെ, ഭർത്താവ് മരിച്ചതല്ലേ ഡിവോഴ്സ് ആയതോ ആയ ആലോചന നമുക്ക് പറ്റുമോ? കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അതും കുഴപ്പമൊന്നുമില്ല അല്ലേ? ആ, എന്താ അതൊന്നും വിഷയമുള്ള കേസൊന്നുമില്ല. ബാധ്യത കുട്ടികൾ വേണ്ട, ആ ബാധ്യത ഇല്ലാത്ത അങ്ങനെയുള്ള കേസും നമുക്ക് സ്വീകരിക്കാം അല്ലേ? കുഴപ്പമില്ല. അതെ അതെ. നിതിന് വേറെന്താ പറയാനുള്ള, എങ്ങനെയുള്ള പെൺകുട്ടീനെയാ വേണ്ടേ? എനിക്ക് കുഴപ്പമില്ല, അതൊരു നല്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയായാൽ മതി. അവൻ്റെ ഒപ്പം മാച്ചായിട്ട് പോകാവുന്ന ഒരു കണ്ടീഷനാണ്. തീർച്ചയായും തീർച്ചയായും, അത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവൻ ചായ വയ്ക്കണമെങ്കിൽ ചായ വയ്ക്കും, ചോറ് വയ്ക്കും, ചോറ് കൂട്ടാൻ വയ്ക്കും, എല്ലാം മോട്ടാപ്ലേറ്റ് ഉണ്ടാക്കും, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. അതേതായ കാര്യങ്ങൾ. അതെ, ആള് ഉഷാറാണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ, അത്രേ ഉള്ളൂ. ഒരു 30-28 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആലോചന നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ. പലരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക, നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യാൻ കേട്ടോ. അത് നമ്മളൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അതിനായിട്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ. അത്രയല്ലേ ഉള്ളൂ അല്ലേ നിതിനെ അച്ഛാ? അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ കൂടെ. അപ്പോൾ ഫ്രണ്ട്സ്, നിതിനും അച്ഛനും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിതിൻ അങ്ങനെ എടുത്തു പറയത്തക്ക വിധമുള്ള വിഷയങ്ങളൊന്നും ഇല്ല. എനിക്ക് ഈ ചെറിയൊരു വിഷയമാണ്, അതായത് ഈ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ കാലിൻ്റെ ചെറിയൊരു ഇടായിക്കൊണ്ട് എന്നുള്ളൊരു വിഷയമാണ് അവനുള്ളൂ. പിന്നെ അവന് ഇടത് കൈക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വേറെ യാതൊരു കുഴപ്പവും എനിക്കില്ല. അവനാൾ സ്മാർട്ടാണ്, എല്ലാ ജോലികളും ഇത്രയും ജോലികൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ജാതി കാര്യങ്ങളൊന്നും നോക്കണ്ട. അവന് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും മുമ്പോട്ട് വരിക. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരൊന്നും കല്യാണം നടക്കാതിരിക്കരുത് കേട്ടോ. അത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കൂടെ നിൽക്കട്ടോ. ഓക്കെ.